ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിലാണ് നമ്മൾ സത്യത്തിൽ എമ്പുരാൻ ടീസറിനെ കുറിച്ച് കുറച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ വീഡിയോ കാണുക ഫുള്ളായിട്ട്, വെറുതെ ആവില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇന്നലെ 7/7 പൃഥ്വിരാജ് നമുക്ക് മുമ്പിൽ ഒരു വലിയ സംഭവം കാണിച്ചു തന്നു. ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കണ്ട ടീസറിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ തിയേറ്ററിൽ നിന്ന് മേ ബി ഏറ്റവും കൂടുതൽ തിയേറ്റർ കത്തിക്കാൻ പോണ ഒരു സീന് പോലും ആ ടീസറിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതൊക്കെ പറയണത് ഞാൻ അവസാനം പറയുള്ളൂ. ഇന്ത്യൻ സിനിമയിൽ നമുക്ക് ഇങ്ങനെ ബ്രഹ്മാണ്ഡ സിനിമകൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ച ഡയറക്ടർ ഉണ്ട് രാജമൗലി. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് ഇനി വീഡിയോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പൃഥ്വിരാജ് ഇരിക്കുന്നുണ്ട്, കമലഹാസൻ ഉണ്ട്, ലോകേഷ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മലയാള സിനിമ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ പറയുന്ന പെർട്ടിക്കുലർ വേർഡ്സ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മലയാളം റൈറ്റേഴ്സ് ആൻഡ് ആക്ടേഴ്സ് അവർക്ക് അങ്ങനെ പറയണം. അങ്ങേർക്ക് കമലഹാസന് മുമ്പ് എടുത്തുകൊണ്ട് പറയുന്നത്. കാരണം അങ്ങേർക്ക് ഇപ്പം ആരോടെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ മലയാളത്തിലെ റൈറ്റേഴ്സിനോട് ആക്ടേഴ്സിനോടാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മലയാള സിനിമ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞത്. അതായത് പുകഞ്ഞുകൊണ്ടിരിക്കുക ഇൻ ദ സെൻസ് നമ്മൾ പറയില്ല, ഒരു കനൽത്തരി വീണാൽ ആളി കത്തുന്ന് പറയുന്ന ആ പരുവത്തിലാണ് മലയാള സിനിമ. അദ്ദേഹം അന്ന് പറഞ്ഞ കനൽത്തരി അത് ഇന്നലെ വീണ്. ശരിക്കും ഇന്നലെ 7/7 എമ്പുരാൻ ടീസറിൽ അത് വീണ്. അത് ആളി കത്തും മാർച്ച് 27. അത് പറഞ്ഞു തുടങ്ങണം. അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പൃഥ്വിരാജിനെ കുറിച്ചാണ്. നമ്മള് ഇദ്ദേഹത്തിനെ പറ്റുള്ളൂ, ഇദ്ദേഹമാണ് ഇങ്ങനെ ഒരു സിനിമ, അതായത് മലയാളത്തിൽ നിന്നുള്ള ഒരു KGF ബാഹുബലിയോ അത് പൃഥ്വിരാജിനെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് നമുക്ക് എനിക്ക് ഉറപ്പായിട്ട് അറിയുന്നത്. അത് അദ്ദേഹത്തിനുള്ള വിശ്വാസം, അദ്ദേഹത്തിന്റെ കഴിവിനുള്ള വിശ്വാസമാണ്. അദ്ദേഹത്തിന് ആ വ്യക്തിനോടുള്ള വിശ്വാസം. ഭയങ്കര ബുദ്ധിമാനായ, എല്ലാത്തിനെ കുറിച്ച് അറിവുള്ള, ഗംഭീരമായി ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, രാജുവേട്ടൻ പറഞ്ഞ കാര്യം. കാരണം ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ബാഹുബലി സംഭവിച്ചു. അപ്പൊ നമ്മൾ അത് തെലുഗു സിനിമയ്ക്ക് ആ ബഡ്ജറ്റ് ഉണ്ട്, അപ്പൊ അത് അവര് ചെയ്തു. ഒരു KGF വന്നു. നമ്മളെക്കാൾ ചെറിയ ഇൻഡസ്ട്രിയിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന കന്നഡയിൽ നിന്നൊരു KGF വന്നു. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? നമ്മളും ചെയ്യും. കാരണം ഇതിൽ അവസാനം അദ്ദേഹം നമ്മളും ചെയ്യും എന്ന് പറയുമ്പോ അന്ന് ആ ഇന്റർവ്യൂ ഞാൻ കാണുമ്പോ ആ പറച്ചിൽ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ മനസ്സിലായിട്ടുണ്ട്. അത് ഞാൻ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളിലുണ്ട്. അത് സംഭവിച്ചിരിക്കുകയാണ്. ഈ ടീസർ സത്യത്തില് എനിക്ക് മലയാളത്തിലല്ല, ഇന്ത്യ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ കണ്ടതിൽ ഇന്നേറെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രെയിലർ ലൂസിഫറിന്റെ ആണ്. അത് ട്രെയിലർ കണ്ടാൽ നമുക്ക് നെക്സ്റ്റ് ഡേ തിയേറ്റർ പോയി സിനിമ ആണെന്ന് തോന്നും. എന്നാൽ എമ്പുരാൻ ടീസറിലേക്ക് വരുമ്പോൾ പേഴ്സണലി എനിക്ക് അതിലൊരു ഗൂസ് ബംസ് ഉണ്ടാക്കിയ മൂമെന്റ്സോ അല്ലെങ്കിൽ എന്താ പറയാ, എനിക്ക് ലൂസിഫറിന്റെ ട്രെയിലർ കണ്ട ആ ഒരു ഇമോഷൻ ഫീലിംഗ് ഒന്നും അതിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കാരണം അതായത് നമ്മൾ ആ ടീസറിന്റെ ഫ്രെയിമും എന്താ പറയാ ആ ഒരു ക്യാൻവാസും ഗ്രാൻഡിയർ ആയിട്ട് അദ്ദേഹം ചെയ്തു വെച്ച അതിലാണ് നമ്മൾ ഇന്നലെ മലയാളിക്കനും എല്ലാ മലയാള പ്രേക്ഷകരും ഞെട്ടിത്തെറിച്ച് ഇൻഡസ്ട്രി മുഴുവൻ, മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ ഞെട്ടിയിരിക്കും. കാരണം നമ്മൾക്ക് അറിയാത്ത കാര്യം, കാരണം നമ്മളെ കീനായിട്ട് വാച്ച് ചെയ്യുന്നതാണ് ബോളിവുഡ് ആക്ടേഴ്സും എല്ലാവരും. ഇവരെ എനിക്ക് 100% തെലുങ്ക് ആക്ടേഴ്സ് ആണ്, എല്ലാവരും ആണെങ്കിൽ ഈ ടീസർ കണ്ടിട്ടുണ്ടാവും. സോ അപ്പൊ നമ്മൾ ഇന്നലെ ആ ടീസറിൽ നമ്മൾ വീണ് ആ വാവ് എന്ന് പറഞ്ഞത്, ഞാൻ എന്റെ മിനിഞ്ഞാത്ത വീട്ടിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മൂവിയാണ് അദ്ദേഹം ഒരുക്കുന്നതെന്ന്. സോ എനിക്കത് സർപ്രൈസിങ് ആയിരുന്നില്ല, പക്ഷെ ഞാൻ എന്താണ് പ്രതീക്ഷിച്ചത്. അപ്പൊ അത് ഉറപ്പിച്ച്, കാരണം ഹോളിവുഡ് ലെവൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലാതെ കാണിച്ചു തന്നെ അദ്ദേഹം ആ ടീസറിൽ ഇന്നലെ അതാണ്. അതായത് ഞാനിതാ ഒരു സാധനം ഇങ്ങനെ പണി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ അതിന്റെ ചെറിയ ഗ്ലിംസ് കാണിച്ചു തരാം, അത്ര മാത്രമേ ടീസറിലുള്ളൂ. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ആരൊക്കെ എക്സ്പെക്ട് ചെയ്തു ഡോൺലി അല്ലെങ്കിൽ ഒരുപാട് വേറെ ആക്ടേഴ്സിനെ എക്സ്പെക്ട് ചെയ്തു, അവരോട് ഷേഡോ പോലും ഇല്ല, ഒന്നും കാണിച്ചതില്ല നമുക്ക്. ഈവൻ ഡയലോഗ്സ് എനിക്ക് തോന്നുന്നു ആശീർവാദിന് 25th ആനിവേഴ്സറിക്ക് ഇറക്കാനുള്ള ആ തത്രപ്പാടില് പെട്ടെന്ന് വിട്ട പോലെ എനിക്ക്. കാരണം ഓഡിയോ, എനിക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും എനിക്ക് ഓർമ്മയില്ല സിനിമന്റെ. ഐ മീൻ ആ ടീസറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് കിട്ടിയില്ല. ലൂസിഫറിന്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ട്രെയിലറിലെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് കിട്ടിയിരുന്നു, പക്ഷെ ഇതൊന്നുമില്ല. സോ മിക്ക ഡയലോഗും ലൂസിഫറിന്റെ ഡയലോഗ്സ് ആണ്. സോ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് മേ ബി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കാന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു, March 27 കമ്മിറ്റ് ചെയ്തുകൊണ്ട് അത് അന്നെ ഇറക്കാനുള്ള വ്യഗ്രതയിൽ അവർ പണിയെടുത്ത് കൊടുക്കുകയാണ്. അത് ഉറപ്പായിരിക്കും ആശീർവാദം 25th ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം മേ ബി ഇതിൽ ഓടി. കാരണം നമ്മൾ ഖുറേഷിന്റെ ഒരു ഡയലോഗ് കേട്ടില്ല, ഒന്നും കേട്ടില്ല ഒരു. പക്ഷെ നമ്മൾ ഇന്നലെ കണ്ടതെന്താ, നമ്മളെ മലയാള സിനിമയിൽ നിന്ന് KGF കാട്ടിയും ബാഹുബലിനെ സലാറിനെ കാട്ടിയും ഇതിനപ്പുറം നിൽക്കുന്ന ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്.
നിങ്ങളത് മാർച്ച് 28 തിയേറ്ററിൽ പോയി കണ്ടോ എന്നുള്ള ആ ഒരു ഗ്ലിംസ്, അതാണ് പൃഥ്വിരാജ് ഉദ്ദേശിച്ചത് നമ്മൾ കണ്ടതും. അതിലാണ് നമ്മൾ വാവ് അടിച്ചത്. അതിൽ ഭയങ്കര സന്തോഷം. ഇനി ടീസറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഷോട്ട് പോലെ തുടങ്ങാം. ഫസ്റ്റ് ഷോട്ടിൽ ഞാൻ ഇറാഖ് അതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, ഇറാഖിലെ നോർത്തേൺ ഇറാഖ് അത് എഴുതി കാണിക്കുന്നുണ്ട്. സോ ഞാൻ ആ നമ്മളെ ടീസർ ലോഞ്ചിങ് പോസ്റ്ററിൽ ഞാൻ പറഞ്ഞിരുന്നു ഇറാഖ് ആണ് അത്, ഇറാഖ് അഫ്ഗാനിസ്ഥാൻ വാർ. നമ്മളെ ഗോവർദ്ധൻ പറഞ്ഞ പോലെ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു വേർഡ് ഗോവർദ്ധൻ പറഞ്ഞാൽ യൂസ് ചെയ്യുന്നില്ലേ. സോ അതായത് നമ്മളെ ലൂസിഫർ 2019 ഇറങ്ങി, അത് കഴിഞ്ഞത് റഷ്യയിൽ നിന്ന് കാണിച്ചത് എൻഡ് ചെയ്തു നമ്മളെ ലൂസിഫർ. ഇത് പക്ഷേ ഈ ഇറാഖിന്റെ പോർഷനൊക്കെ വരും അഫ്കോഴ്സ് അത് പാസ്റ്റിലാണ്. കാരണം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇറാഖ് വാറൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2003-ലാണ്. സോ അത് മുന്നത്തെ, അപ്പൊ ഇത് പാസ്റ്റിലെ സംഭവമാണ്. എബ്രാം ഖുറേഷി മേ ബി എങ്ങനെ എബ്രാം ഖുറേഷിയുടെ ജനനം എങ്ങനെയാണ് അങ്ങനെ ആയത്, അദ്ദേഹത്തിന്റെ ആ ഒരു വെമ്പർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അതായത് എമ്പുരാൽ നമ്മൾ ഏറ്റവും കാണാൻ പോകുന്നത് പാസ്റ്റ് ആയിരിക്കും, എബ്രാം ഖുറേഷിയുടെ പാസ്റ്റ് ആയിരിക്കും. ഈ ടീസറിൽ അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പം ഈ സീനിൽ നിന്ന് നേരെ പിന്നെ ഒരു പള്ളിയാണ് കാണിക്കുന്നത്. ഒരു അറബിയിലൊക്കെ എഴുതി കൊണ്ട് തന്നെ ഇറാഖ് ഓർ അഫ്ഗാനിസ്ഥാൻ ഒരു പള്ളി, ഇറാഖിലെ പള്ളിയിലായിരിക്കും. ആ പള്ളിയിൽ നമ്മൾ ഡെത്ത് ഇവിൽ നിന്നൊക്കെ കണ്ട് ആ സംഭവം ആ പള്ളി കാണിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് അതായത് ലൂസിഫറിലേക്കാണെന്ന് പറയാം. ലൂസിഫറിലേക്കാണ്. കാരണം നമ്മൾ ജതിൻ രാംദാസ്, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ PK രാംദാസിന്റെ പ്രതിമ കാക്ക ഒക്കെ എല്ലാം കാഷ്ടിച്ച് ബീർകുപ്പിയൊക്കെ വെച്ച സ്ഥലത്ത് ആ പ്രതിമേന്റെ അടുത്ത് കാണാം ബീർകുപ്പിയൊക്കെ. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ജതിൻ രാംദാസ് അധികാരത്തിൽ വന്നിട്ട് അതിനുശേഷം മേ ബി നല്ലൊരു ഭരണം കാഴ്ചവെക്കാനും സാധിച്ചില്ലേ, അല്ലെങ്കിൽ PK രാംദാസിനോടുള്ള ആ ബഹുമാനം കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്ന് മേ ബി കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടാവും. ലൂസിഫർ എൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടാവും. സോ അതൊക്കെ നമുക്ക് ഇതിൽ വ്യക്തമാണ്. ഈ ഒറ്റ പ്രതിമേന്റെ കാര്യം കൊണ്ട് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ നെക്സ്റ്റ് ഷോട്ടിൽ കാണിക്കുന്ന നമ്മളെ 666 എഴുതിയ നമ്മളെ ലാലേട്ടൻ യൂസ് ചെയ്ത കാർ കാണിക്കുന്നുണ്ട്. ആ കാറിന്റെ കോലം കണ്ടാൽ നമുക്കറിയാം അദ്ദേഹം സ്റ്റീഫൻ നെടുമ്പള്ളി എബ്രാം ഖുറേഷിയായും പോയിട്ട് കുറച്ച് കാലമായി. സോ നാട്ടിൽ സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. നാട്ടിൽ സിറ്റുവേഷൻ അത്. പിന്നെ വീണ്ടും തിരിച്ച് നമ്മള് ഒരു വാറിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഷോട്ട് ഒന്ന് ശ്രദ്ധിക്കണം. പ്രിയദർശിനി രാംദാസ് ഒരു കത്തുന്ന മരത്തിന്റെ മരമാണെന്നാണ് കാണുന്നത്. വേറെ ഒന്നും ഐഡിയ ഇല്ല. കാരണം ഈ ടീസറിൽ പോലും നമുക്ക് കഥേനെ പറ്റി ഒന്നും വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. വെറും ഗ്ലിംസ് ആണ് മൂവിയുടെ. സോ ഇങ്ങനെ പ്രിയദർശിനി രാംദാസ് നിൽക്കുന്നത് കാണാം. ഇതൊന്ന് നോട്ട് ചെയ്യാം. കാരണം അവസാനം പറയാം. പിന്നീടുള്ള പോസ്റ്ററിൽ ഇരിക്കുന്ന ഒരു വാർ സംബന്ധമായ, കാരണം ഒരു കുട്ടിയെ തോളത്തെടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അത്. ആ ഡ്രസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അങ്ങനെ ആ ഡ്രസ്സാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ വാറിന്റെ ടൈമിലുള്ളതാണ്. പിന്നെ അത് ഒരു ഗംഭീരമായ ഷോട്ട്, ഗംഭീരമായ ഒരു ഏരിയൽ വ്യൂ ഷോട്ട്. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള സെറ്റപ്പ്. നിങ്ങൾ ആലോചിച്ചു ഇങ്ങനത്തെ കൺട്രോൾ റൂമും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നേരെ ഒരു ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടില്ല ഇത്ര ഗംഭീരമായ ക്വാളിറ്റിയിൽ അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ സിനിമയിൽ ഞാൻ കണ്ടിട്ട്. പിന്നെ ഈ ഇതൊക്കെയാണ് നമുക്ക് തീരെ ഐഡിയ കിട്ടാത്ത കാര്യങ്ങളൊന്നാണ്. ഒരു കുട്ടിയുടെ കൈ പിടിച്ച് നിൽക്കുന്നത് കാണാം. ഇതൊക്കെ ഗംഭീര ഹോളിവുഡ് സിനിമയിൽ മാത്രം കണ്ട ഗ്രേഡിങ് ഷോട്ടൊക്കെയാണ് ഈ ഒരു സീനിലൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഈ ടീസറിൽ കാണാൻ പറ്റുന്ന, വായിച്ചെടുക്കാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ ഒരു പള്ളിയിലേക്ക് ലാലേട്ടൻ പള്ളിയിലേക്ക് കയറി വരുന്ന ഷോട്ട് ഉണ്ട്. കുറച്ച് മിലിറ്ററിക്കാര് പള്ളിന്റെ ഉള്ളിലേക്ക് വരുന്ന ഷോട്ട് ഉണ്ട്. നേരത്തെ നോക്കുകയാണെങ്കിൽ ആ കൺട്രോൾ റൂമിൽ കണ്ട വീഡിയോയിലും അവരും കണ്ടു നിൽക്കുന്നതും ആ സംഭവം തന്നെയാണ്. അപ്പൊ ഇനി നിങ്ങൾ എത്ര ശ്രദ്ധിച്ചതല്ല, ആ പള്ളിയിൽ നമ്മളെ സായിദ് മസൂദിന്റെ ഒരു വരവുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഒരു കയറിൽ ഇറങ്ങിയിട്ട് ആ സീൻ, ഞാൻ ഈ സീനൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ലാലേട്ടൻ ആ ഗണ്ണെടുത്ത് നിൽക്കുമ്പോൾ ആ സീനില് ലാലേട്ടന്റെ എതിരെ വരുന്ന, ലാലേട്ടന്റെ ഓപ്പോസിറ്റ് ആയ മിലിറ്ററി ആ ചർച്ചയിലേക്ക് കയറുന്നു. ലാലേട്ടൻ അവിടെ ഒരു ഗണ്ണെടുത്ത് നിൽക്കുന്നു. അപ്പൊ സയ്യിദ് മസൂദിന്റെ എൻട്രി ഒക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കണം. ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ഈ ടീസറിൽ കാണിക്കുന്ന തന്നെയാണ്. അതിനുശേഷം പിന്നെ വളരെ പാസ്റ്റിലേക്ക്, അതായത് ഈ ഒരു ഷോട്ട് നിങ്ങൾക്ക്, കാരണം ഞാൻ ആ പയ്യന്റെ ആ കുട്ടിയെ എടുത്തുന്ന പയ്യന്റെ തോളിന്റെ ചെരുവ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ലാലേട്ടനാണെന്ന് പറയുന്നത്. കാരണം അത് പൃഥ്വിരാജ് എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. ഒരു കുട്ടിയെ എടുത്തു നിൽക്കുന്നതുകൊണ്ട് അത്ര ചെരുവില്ല. എന്നാൽ പോലും ഈ ഒരു സീൻ ഇത് വളരെ മുന്നേ ലൊക്കേഷൻ കാര്യങ്ങളും കാണുമ്പോൾ അതൊരു നാടാണ്, നമ്മളെ കേരളത്തിൽ നടക്കുന്ന സംഭവം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ വളരെ മുന്നേ എന്തോന്ന് ഒരു ബിൽഡിംഗ് കത്തി നശിക്കുന്നു. മേ ബി അതൊരു പള്ളി ആവാം. ആ ലാലേട്ടനാണ് ഒരു കുട്ടി എടുത്ത് നിൽക്കുന്നത്. സോ ലാലേട്ടന്റെ ചെറുപ്പത്തിലുള്ള ക്യാരക്ടർ ഒരു കുട്ടി എടുത്ത് നിൽക്കുകയാണ്. സോ മേ ബി ആ കുട്ടി ആരാകും, കാരണം ആ പള്ളിയിലായിരിക്കും ലാലേട്ടൻ വളർന്നത്. സോ അദ്ദേഹത്തിന്റെ കൂടെ മേ ബി ഇത് നമ്മുടെ പൃഥ്വിരാജ് ആവാൻ ചാൻസ് ഉണ്ടോ പറയാൻ പറ്റില്ല. സായിദ് മസൂദ് എങ്ങനെ ലാലേട്ടനോട് ഇത്ര ക്ലോസ് ആയെന്നുള്ള, അല്ലെങ്കിൽ ആ ഗ്യാങ്ങിലേക്ക് വന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. സോ മേ ബി ഇത് പൃഥ്വിരാജും ലാലേട്ടനും ഒക്കെ ആ സെയിം ഒരു ഓർഫനില് താമസിച്ചിരുന്നപ്പോ ആ പള്ളി കത്തി നശിച്ചപ്പം അദ്ദേഹം സായിദ് മസൂദിനെ രക്ഷിച്ച് നിൽക്കുന്ന സീൻ ആവാം ഇത്. കുറെ വർഷങ്ങൾ മുന്നുള്ള സീനാണ് അപ്പോൾ ഇമ്പുരാൾ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇതാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ തിയേറ്റർ ആളി കത്താൻ പോകുന്ന സീനിലേക്ക് വരാം. ഇതൊക്കെ എനിക്ക് ഒരു സെക്കൻഡ് മാത്രം അതൊക്കെ ടീസറിൽ കാണിച്ചത്. പക്ഷേ നിങ്ങൾ ഇത് നോക്കൂ,
ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞ പ്രിയദർശിനി രാംദാസ് ഒരു കത്തുന്ന മരത്തിന് മുമ്പിൽ നിൽക്കുന്ന സീൻ കണ്ടില്ലേ? ആ സെയിം ഏരിയ, ആ സെയിം ലൊക്കേഷനാണ്, സെയിം ടൈമും ആണ് നമ്മൾ അനുമാനിക്കണം. കാരണം ആ ട്രീ കത്തിക്കൊണ്ട് നിൽക്കുക തന്നെയാണ്. അപ്പം ഞാൻ അത് എന്റെ ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ പ്രിയദർശിനി രാംദാസ് മേ ബി ഒരൊറ്റ സീനിലായിരിക്കും, ഞാൻ പറയുകയാണെ, നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് നമ്മൾ എബ്രാം ഖുറേഷിനെ ലാലേട്ടനെ കാണാൻ പോകുന്നത് മേ ബി ഒരൊറ്റ സീനിലായിരിക്കാം. ഇത് മേ ബി ഒരു ക്ലൈമാക്സ് സീൻ ആയിരിക്കാം. മേ ബി പ്രിയദർശിനി രാംദാസും ജിതിൻ രാംദാസും ഒക്കെ ലാലേട്ടന്റെ പ്രസൻസ് നാട്ടിൽ വേണമെന്ന് ആഗ്രഹിച്ച് അതിന് വേണ്ടി നിൽക്കുന്ന ടൈമിൽ, കാരണം പ്രിയദർശിനി രാംദാസിന് കാണിച്ച സെയിം ആ ടൈം അതിനുശേഷം ഒട്ടപ്പുറമാണ് ഇത് കാണുന്നത്. കാരണം ഈ കത്തി നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ പറയാണ്, ആ ഒരു ടൈമില് ഇങ്ങനെ, അതായത് സെയ്ദ് മസൂദിന്റെ എബ്രാം ഖുറേഷിന്റെ ഗ്യാങ് വിത്ത് ഗൺ, കാരണം ലാലേട്ടനെ മാത്രമാണ് മുണ്ടിൽ നിൽക്കുമ്പോ നിങ്ങൾ ആ സീൻ ഒന്നിൽ വിശ്വസിച്ച് നോക്കും. ലാലേട്ടന്റെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ട് കോരിത്തരിക്കുന്ന മുണ്ടും മടക്കുത്തിലുള്ള നിപ്പില് കൂടെ എബ്രാം ഖുറേഷിന്റെ ഗ്യാങ് ഗണ്ണുമായി നിൽക്കുന്ന ഈ ഒരു സീന് തിയേറ്ററിൽ കാണുന്നത് ചിന്തിച്ചു നോക്കും. ഞാൻ പറഞ്ഞ ആ ഒരു ടൈമിലാണ് ഇത് വരുന്നതെങ്കിൽ, ലാലേട്ടന്റെ അല്ലെങ്കിൽ ക്ലൈമാക്സ് ഷോട്ടാണ് ഇതെങ്കിൽ എമ്പുരാന്റെ, ആകെ നമ്മൾ ലാലേട്ടനെ മുണ്ടിലും കേരളത്തിലും കാണുന്നത് ഈ ഒരു സീനിലാണെങ്കിലുള്ള ആ ഓളം ഒന്ന് ചിന്തിച്ചു നോക്കും. ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞ സീൻ ഇതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, അത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കിത് വിഷ്വലൈസ് ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് കാണുന്നത് ആലോചിച്ചിട്ട് ഇപ്പം തന്നെ രോമാഞ്ചം വരികയാണ്. ഇത്രത്തോളം കാര്യങ്ങള് ഒരുപാട് കഴിഞ്ഞും ഒരുപാടുണ്ട് നമ്മൾ അറിയാത്ത. നമുക്ക് ക്യാരക്ടേഴ്സിനെ മേ ബി ഞാൻ പറയട്ടെ ഒരു കാര്യം, എനിക്ക് ഇതിന് ട്രെയിലർ കാണാൻ ഒരു താല്പര്യമില്ല. ഇത് മതി, നമുക്ക് മനസ്സിലായി എന്താണ് നമ്മൾ മാർച്ച് 27 കാണാൻ പോകുന്നതെന്ന്. ഇനി ബാക്കി എല്ലാ സർപ്രൈസുകളാണ് അവിടെ വെച്ചിട്ട് അത് മാർച്ച് 27 തിയേറ്ററിൽ നിന്ന് കണ്ടാൽ മതി എന്നാണ് എന്റെ ആഗ്രഹം. ഈ ഒന്നും റിവീൽ ചെയ്യണമെന്നില്ല, കാരണം ഈ സർപ്രൈസുകൾ ഒരുപാടുണ്ട്. ഒരുപാട് ആക്ടേഴ്സിന് നമ്മൾ നെട്ടാൻ പോകുന്ന ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ കാണാൻ സർപ്രൈസ് ആയിട്ടുള്ള. സോ അതൊക്കെ തിയേറ്ററിൽ നിന്ന് മാത്രം അനുഭവിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ഇതാണ് ടീസറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം.